DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടേ എല്ലാം കൂടിയാലോചനയിൽ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള എല്ലാം ഭംഗിയായി ചർച്ചയിൽ പോകുന്നുണ്ട്. ആർക്കും അങ്ങനെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും താല്പര്യങ്ങളുണ്ടാകുക, താല്പര്യങ്ങൾ പറയും. പക്ഷെ അത് അവിടെ തീർത്ത് പോകുന്നുണ്ട്. ചർച്ച ചെയ്തെടുത്തോളം തീരുമാനങ്ങളായി. അതിലൊരു തർക്കം ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനിയും അത് നന്നായി ചർച്ചയിലോട്ട് തീരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അയാളെ പോയിക്കൊട്ടെന്ന് നിങ്ങൾക്ക് എന്തെന്ന്? അയാൾ പോയിട്ട് നല്ല നാള് എന്തോ എല്ലാം കണ്ടുപിടിച്ച് വന്നോട്ടെ. അതിലെന്താ? അല്ല, അത് ശരി. അതിൽ റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റാണ് മാഷ്. പുറത്ത് പറയും. പിന്നെ KPCC അധ്യക്ഷൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഡൽഹിയിലേക്ക് പോയത്. DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കാര്യം സുധാകരനോട് ചർച്ച ചെയ്തതിന് ശേഷമാണോ അങ്ങനെ? അല്ല, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ചർച്ച ചെയ്യാൻ ഡൽഹി പോകാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തേക്കിടെ വന്നു, അത്രയേ ഉള്ളൂ. അത് ഇവിടെ വരുന്നത് ആദ്യത്തെ ഒന്നും വരുന്നൊന്നുമില്ല. എത്രയോ കാലമായിട്ട് ഇവിടെ വരുന്ന ആളാണ് അദ്ദേഹം. അതൊക്കെ സംസാരിക്കുമ്പോൾ കൂടെ മുഖാമുഖം എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂലേ? അത്രേ, വേറൊന്നുമില്ല. കോഴിക്കോട് അതുപോലെ തന്നെ മലപ്പുറം അങ്ങനെ ഒരു ആവശ്യം സുധാകരൻ മുന്നോട്ട് വെച്ചു. അങ്ങനെ ഒരു ആവശ്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് നല്ല കൊള്ളാവുന്ന DCC പ്രസിഡന്റുമാരെ മാറ്റരുത് എന്നാണ്. അതാരാന്നുള്ളത് കമ്മിറ്റി തീരുമാനിക്കട്ടെ. ഇപ്പം നിലവിൽ ആരെയൊക്കെ അങ്ങനെ? അല്ല, അത് ഞാൻ പറയേണ്ടത് കമ്മിറ്റിയാണ് പറയേണ്ടത്. എന്നാലും എന്നെ കിട്ടൂല, എന്നെ കിട്ടൂല. അത് അവർ തീരുമാനിക്കണം. ആ കമ്മിറ്റി അസസ് ചെയ്യണം ആരാണ് ഏറ്റവും നല്ല DC പ്രസിഡന്റുമാർ. അവരെ മാറ്റാതിരുന്നാലുള്ള ഗുണം എന്താണ്, മാറ്റിയാലുള്ള ദോഷം എന്താണെന്ന് അവർ വിലയിരുത്തണം. ദാറ്റ് ഈസ് ദെയർ ഓൺ ഡ്യൂട്ടി. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ